കേരള പോലീസിന്റെ വെടിയുണ്ടകൾ ആദിവാസികളുടെ സ്വപ്നങ്ങളെ ചോരയിൽ കുളിപ്പിച്ചു. 48 ദിവസം നീണ്ട പ്രക്ഷോഭം സർക്കാരിനെ പിടിച്ചുകുലുക്കി. നിങ്ങളുടെ ഭൂമിയും നിങ്ങളുടെ അവകാശവും ഞങ്ങൾ തിരികെ നൽകുമെന്ന് സർക്കാർ വാഗ്ദാനം ചെയ്തു. പക്ഷേ 2003 ആയിട്ടും ആ വാഗ്ദാനങ്ങൾ പാഴ്വാക്കുകൾ മാത്രമായി തുടർന്നു. ആദിവാസികളെ അടിച്ചമർത്തുന്ന സംവിധാനമോ അതോ അതിനെതിരെ പോരാടുന്ന ജനതയോ? ആദിവാസികൾക്ക് ഭൂമി ഒരു ഉടമസ്ഥാവകാശമല്ല, അത് അവരുടെ ജീവനാണ്. 2003 ഫെബ്രുവരി 19 വയനാട്ടിൻ്റെ കാടുകളിൽ മരങ്ങൾക്കിടയിൽ നിന്നും ഒരു വലിയ നിലവിളി ഉയർന്നു. മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൻ്റെ മണ്ണിൽ ആദിവാസി ജനതയുടെ ശബ്ദം മുഴങ്ങി. ഞങ്ങളുടെ ഭൂമി ഞങ്ങളുടെ അവകാശം എന്ന മുദ്രാവാക്യം. ആ മുദ്രാവാക്യം കേരളത്തിൻ്റെ മനസാക്ഷിയെ തൊട്ടുണർത്തി. പക്ഷേ ആ നിലവിളിയെ, ആ ശബ്ദത്തെ തോക്കുകളുടെയും ലാത്തികളുടെയും കരുത്തിൽ അടിച്ചമർത്തി. കേരള പോലീസിൻ്റെ വെടിയുണ്ടകൾ ആദിവാസികളുടെ സ്വപ്നങ്ങളെ ചോരയിൽ കുളിപ്പിച്ചു. ഇത് മുത്തങ്ങ സംഭവം കേരള ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായം. ഇന്ന് നരിവേട്ട എന്ന മലയാള സിനിമയിലൂടെ ഒരു തീപ്പൊരിയായി നമ്മുടെ മനസ്സുകളിൽ വീണ്ടും പുനർജനിക്കുന്നു. ആദിവാസികൾ ഈ മണ്ണിൻ്റെ ആദ്യ അവകാശികളും ഈ ഉപഭൂഖണ്ഡത്തിൻ്റെ യഥാർത്ഥ പിന്തുടർച്ചക്കാരുമാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അവർ ഈ ഭൂമിയിൽ വേരുപടർത്തി. വനങ്ങളോട് ചേർന്ന് പ്രകൃതിയുടെ താളത്തിൽ അവർ ജീവിതം നെയ്തെടുത്തു. കാടിൻ്റെ ശബ്ദങ്ങൾ കേട്ട്, മരങ്ങളുടെ മന്ത്രണങ്ങളിൽ പുഴകളുടെ താരാട്ട് കേട്ട് അവർ ജീവിതം നെയ്തെടുത്തു. ഇതായിരുന്നു അവരുടെ ലോകം. പക്ഷേ കാലം മാറി, നാഗരികത എന്ന പേര് വന്നു. ജാതി, മതം, അധികാരം ഇവയെല്ലാം അവരെ പുറന്തള്ളി. വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ ഇവയൊക്കെ അവർക്ക് അന്യമായി. ദാരിദ്ര്യം, പിന്നോക്കാവസ്ഥ, അവഗണന ഇവയായി അവരുടെ ജീവിതം. വെറും 1.14% മാത്രമാണ് കേരളത്തിൽ ആദിവാസികളുടെ ജനസംഖ്യ. പക്ഷേ അവരുടെ വേദന നമ്മുടെ ഏവരുടെയും മനസ്സിനെ അസ്വസ്ഥമാക്കണം. 2001 ആദിവാസി ഗോത്രമഹാസഭ CK ജാനുവിൻ്റെയും M ഗീതാനന്ദൻ്റെയും നേതൃത്വത്തിൽ ഒരു പ്രക്ഷോഭത്തിൻ്റെ തീപ്പൊരി പടർത്തി. പാലക്കാടും കണ്ണൂരും വയനാടും ആദിവാസി കുടുംബങ്ങൾ പട്ടിണിയിൽ മരിച്ചു വീണ കാലം. ഈ ദുരന്തങ്ങൾ ആദിവാസികളെ ഒരുമിപ്പിച്ചു. പോരാടാൻ അവർ തീരുമാനിച്ചു. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി AK ആൻ്റണിയുടെ ഭവനത്തിന് മുന്നിൽ അവർ കുടിലുകൾ കെട്ടി. 48 ദിവസം നീണ്ട പ്രക്ഷോഭം സർക്കാരിനെ പിടിച്ചുകുലുക്കി. നിങ്ങളുടെ ഭൂമിയും നിങ്ങളുടെ അവകാശവും ഞങ്ങൾ തിരികെ നൽകുമെന്ന് സർക്കാർ വാഗ്ദാനം ചെയ്തു. ആദിവാസികൾക്ക് ഭൂമി നൽകുമെന്ന് പറഞ്ഞ് 2001 ഒക്ടോബറിൽ ഒരു കരാർ ഒപ്പിട്ടു. പക്ഷേ 2003 ആയിട്ടും ആ വാഗ്ദാനങ്ങൾ പാഴ്വാക്കുകൾ മാത്രമായി തുടർന്നു. മുത്തങ്ങ വന്യജീവി സങ്കേതം ഒരു കാലത്ത് ആദിവാസികളുടെ ജീവൻ്റെ ഭാഗമായിരുന്നു. 1960കളിൽ വന്യജീവി സങ്കേതമാക്കി മാറ്റിയപ്പോൾ അവരെ വഴിയാധാരമാക്കി. 1980കളിൽ യൂക്കാലിപ്സ് തോട്ടങ്ങൾക്കായി അവരുടെ ഭൂമി വീണ്ടും കവർന്നെടുത്തു. 2003 ആദിവാസി ഗോത്രമഹാസഭ CK ജാനുവിൻ്റെയും M ഗീതാനന്ദൻ്റെയും നേതൃത്വത്തിൽ ആ മണ്ണ് തിരിച്ചുപിടിക്കാൻ ഇറങ്ങിത്തിരിച്ചു. ഇത് ഞങ്ങളുടെ ഭൂമിയാണ്, ഇവിടെ ഞങ്ങൾ ജീവിക്കുമെന്ന മുദ്രാവാക്യമായി അവർ മുത്തങ്ങയിൽ കുടിലുകൾ കെട്ടി. പ്രതിഷേധങ്ങൾ തുടങ്ങി. സ്ത്രീകൾ, കുട്ടികൾ, വൃദ്ധർ എല്ലാവരും ഒരുമിച്ച്. ഒരുപക്ഷെ ഈ പ്രതിഷേധം സർക്കാരിന് ഒരു വലിയ വെല്ലുവിളിയായി മാറി. മുത്തങ്ങയിലെ പ്രക്ഷോഭം സർക്കാരിൻ്റെ കണ്ണിലെ കരടായി. ഫെബ്രുവരി 19 കേരള പോലീസും വനം വകുപ്പും ആദിവാസികളെ ഒഴിപ്പിക്കാൻ എത്തിച്ചേർന്നു. നിന്റെ ഭൂമി ഞങ്ങൾക്ക് വേണ്ട, പക്ഷേ നിന്റെ പ്രതിഷേധം ഞങ്ങൾ അനുവദിക്കില്ല എന്നതായിരുന്നു സർക്കാരിൻ്റെ നിലപാട്. പക്ഷേ ആദിവാസികൾ പിന്മാറാൻ തയ്യാറല്ലായിരുന്നു. സംഘർഷം തീവ്രമായി. ഒരു പോലീസുകാരനെ ആദിവാസികൾ ബന്ദിയാക്കി. ഭീഷണി ഉയർന്നു. പോലീസ് 18 റൗണ്ട് വെടിവെച്ചു. ഒരു പോലീസുകാരനും ഒരു ആദിവാസിയും തൽക്ഷണം മരിച്ചു. ആദിവാസികളുടെ അവകാശങ്ങൾക്കായുള്ള സമരം പോലീസിന്റെ ക്രൂരതയിൽ ചോരയിൽ കുളിച്ചു. മുത്തങ്ങ സംഭവം കേരളത്തിന്റെ മനസാക്ഷി ഞെട്ടിച്ച ഒരു അനീതിയുടെ കഥയാണ്. ആദിവാസികളുടെ നിലവിളികളെ അടിച്ചമർത്താൻ സർക്കാർ ഉപയോഗിച്ച ശക്തിയുടെ ഭീകരമായ പ്രതിഫലനമാണ്. സർക്കാർ പിന്നീട് പറഞ്ഞത് 5 പേരുടെ മരണക്കണക്കാണ്. പക്ഷേ 15-ലധികം ആദിവാസികൾ ആ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടിരിക്കാമെന്ന് CK ജാനുവും ഗീതാനന്ദനും ജയിലിൽ നിന്ന് പുറത്തു വന്നപ്പോൾ പറയുകയുണ്ടായി. ആ ശരീരങ്ങൾ കാടിൻ്റെ ഇരുട്ടിൽ അപ്രത്യക്ഷമായി. പോലീസിന്റെ ക്രൂരത വെടിവെപ്പിൽ മാത്രം ഒതുങ്ങിയില്ല. സ്ത്രീകൾ, കുട്ടികൾ, വൃദ്ധർ ആരെയും വെറുതെ വിട്ടില്ല. ലാത്തിച്ചാർജിൽ ശരീരങ്ങൾ തകർന്നു. കണ്ണീർ വാതകം കുടിലുകളിലേക്ക് എറിഞ്ഞു. പ്രതിഷേധക്കാരെ ബലമായി വലിച്ചടിച്ച് വാഹനങ്ങളിൽ കയറ്റി. പലരും പോലീസ് കസ്റ്റഡിയിൽ. ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ നേരിട്ടു. CK ജാനുവിനെ പോലുള്ള നേതാക്കളെ നക്സലേറ്റ് എന്ന മുദ്രകുത്തി ജയിലിലടച്ചു. മുത്തങ്ങ കേരളത്തെ ഇളക്കിമറിച്ചു. മനുഷ്യാവകാശ സംഘടനകൾ, ബുദ്ധിജീവികൾ, രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും തെരുവിലിറങ്ങി. VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ മുത്തങ്ങയിലെത്തി ആദിവാസികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. CPIM ആദ്യം ദൂരം പാലിച്ചെങ്കിലും പിന്നീട് പ്രക്ഷോഭത്തിന്റെ ഭാഗമായി. കേരളത്തിന്റെ സാഹിത്യ സാംസ്കാരിക മേഖലകൾ വലിയ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് വന്നു. ഇന്നും മുത്തങ്ങ ഒരു മുറിവായി, ഒരു ചോദ്യമായി കേരളത്തിന്റെ മനസാക്ഷിയിൽ കിടക്കുന്നു. ഇവിടെയാണ് നരിവേട്ട എന്ന മലയാള സിനിമ പ്രസക്തമാവുന്നത്. നരിവേട്ട നാമം തന്നെ ഒരു പ്രതീകമാണ്. ചെന്നായ് വേട്ട എന്നാണ് അർത്ഥം. പക്ഷേ ആര് വേട്ടയാടുന്നു? ആദിവാസികളെ അടിച്ചമർത്തുന്ന സംവിധാനമോ അതോ അതിനെതിരെ പോരാടുന്ന ജനതയോ? ഈ ചോദ്യം സിനിമയുടെ ഹൃദയമാണ്. നരിവേട്ട മുത്തങ്ങ സംഭവത്തെ നേരിട്ട് പകർത്തുന്നില്ല, മറിച്ച് ആ സംഭവത്തിൻ്റെ ആത്മാവിനെ
അതിൻ്റെ വേദനയെ, അനീതിയെ ഒരു പോലീസുകാരൻ്റെ കണ്ണിലൂടെ കാണിക്കുന്നു. നരിവേട്ട ഒരു സിനിമ മാത്രമല്ല, അതൊരു കണ്ണാടിയാണ്. ആദിവാസികളുടെ ദുരിതം, അവകാശ നിഷേധം, സമൂഹത്തിൻ്റെ അവഗണന ഇവയെല്ലാം സിനിമ നമുക്ക് കാണിച്ചു തരുന്നു. ഭൂമി നിനക്ക് അധികാരമാണ്, ഞങ്ങൾക്ക് അത് ജീവിതമാണ് എന്ന് പാരഞ്ജിത്തിൻ്റെ കാല എന്ന സിനിമയിൽ രജനീകാന്തിൻ്റെ കഥാപാത്രം പറയുന്നത് പോലെ ആദിവാസികൾക്ക് ഭൂമി ഒരു ഉടമസ്ഥാവകാശമല്ല, അത് അവരുടെ ജീവനാണ്. മുത്തങ്ങയിലെ പോലീസ് കുഴത എവിടെയോ കേട്ട ഒരു സംഭവം മാത്രമല്ല, അത് ആദിവാസി ജനതയുടെ നൂറ്റാണ്ടുകളുടെ അനീതിയുടെ പ്രതീകമാണ്. അവരുടെ ഭൂമി, അവരുടെ ജീവിതം, അവരുടെ അവകാശങ്ങൾ ഇവയെല്ലാം സംവിധാനത്തിൻ്റെ ബലപ്രയോഗത്തിന് മുന്നിൽ തകർന്നുപോയി. ഇന്നും മുത്തങ്ങ കേരളത്തിൻ്റെ മനസ്സിൽ ഒരു മുറിവായി തുടരുന്നു. മുത്തങ്ങ ഒരു ചരിത്രം മാത്രമല്ല, അതൊരു ചോദ്യമാണ്. ആദിവാസികൾ ഇന്നും പോരാടുന്നു, ഭൂമിക്ക് വേണ്ടി, അവകാശങ്ങൾക്ക് വേണ്ടി, ജീവിക്കാനുള്ള അവകാശത്തിനു വേണ്ടി. നരിവേട്ട ഈ പോരാട്ടത്തിൻ്റെ ഒരു പ്രതിധ്വനിയാണ്. കേൾക്കുക, ചിന്തിക്കുക. മുത്തങ്ങയുടെ നിലവിളികൾ നിങ്ങളുടെയും ഹൃദയത്തിൽ എവിടെയെങ്കിലും തട്ടിത്തടഞ്ഞ് നിൽക്കുക തന്നെ ചെയ്യും. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.